ഏവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:18. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് രണ്ട് വാക്ക് പറയാൻ ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളിൽ വരുന്നു, വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആകേണ്ടത് എന്നുള്ളതാണ് ഈ വചനങ്ങളിലൂടെ ഈശോ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 1:16 മുതൽ 19 വരെയുള്ള വാക്കിൽ ഈശോ പറയുന്നത്, ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും, രക്തവും അഗ്നിയും ധൂമപടലവും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനത്തിൽ വീണ്ടും പറയുവാണ്, പരിശുദ്ധാത്മാവ് താൻ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴിയാണ് കൽപ്പന നൽകിയത്. 1 കൊരിന്തോസ് 6:19. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അപ്പസ്തോല പ്രവർത്തനം 2:38 ഈശോ പറയുന്നു, പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. റോമ 8:2 മുതൽ 6 വരെ തിരുവചനം പറയുന്നു, എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിന്റെ അനുശാസനം സഫലമാകുന്നതിനു വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 8:26 റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. മത്തായി 12:31-32 തിരുവചനം പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യന്റെ എല്ലാ പാപവും ദൈവദൂഷണവും ക്ഷമിക്കപ്പെടും. എന്നാൽ ആത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. മനുഷ്യപുത്രനെതിരായി ആരെങ്കിലും ഒരു വാക്കു പറഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ആരെങ്കിലും സംസാരിച്ചാൽ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. ലൂക്ക 24:49 പറയുന്നു, ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഗലാത്യ 5 പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വീണ്ടും ദൈവം പറയാണ്, എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ
ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയുകയാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. യോഹന്നാൻ 3:5-6 തിരുവചനം പറയുന്നു, യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. യോഹന്നാൻ 14:26 വീണ്ടും പറയുന്നു, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:15 പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. യെശയ്യാ 11:2 പരിശുദ്ധാത്മാവിനെ കുറിച്ച് വീണ്ടും പറയാണ്, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവേ, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവേ, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവേ. ന്യായാധിപന്മാർ 3:10-11 തിരുവചനത്തിൽ കർത്താവ് പറയുന്നു, കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ ഇസ്രായേലിൽ ന്യായവിധി നടത്തി, അവൻ യുദ്ധത്തിന് പുറപ്പെട്ടു. മെസൊപ്പൊട്ടാമിയ രാജാവായ കുഷാൻജി ഷാത്തായിമിനെ കർത്താവ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒത്നിയേൽ അവന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിന്റെ മകനായ ഒത്നിയേൽ മരിച്ചു. എന്റെ പ്രിയ സഹോദരരെ, നമുക്കും പരിശുദ്ധാത്മാവിൽ നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് ജീവിക്കാം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് നമ്മൾ നിരന്തരം എല്ലാ പ്രഭാതത്തിലും ഉണർന്ന് ദൈവാത്മാവിനാൽ നിറയാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മാവിലേക്ക് യേശുവിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. യേശുവിന്റെ ഫലങ്ങളും വരങ്ങളും, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളാലും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ. പുതിയ പുതിയ അഭിഷേകങ്ങൾ, ഭാഷാവരങ്ങൾ, രോഗശാന്തിവരം, മധ്യസ്ഥ പ്രാർത്ഥനാവരം, അത്ഭുത പ്രവർത്തനവരം, മെസ്സേജ് എടുക്കുവാനുള്ള വരം, പ്രവചനവരം, ഇതൊക്കെ നമുക്ക് കിട്ടാനും ഏത് ആത്മാവാണ് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകത്തിന്റെ, ജ്ഞാനത്തിന്റെയൊക്കെ ആത്മാവിനെ നമുക്ക് കിട്ടാൻ, അതുപോലെ ബുദ്ധിയുടെ, ഉപദേശത്തിന്റെ ആത്മാവിനെ കിട്ടാനൊക്കെ നമുക്ക് വേണ്ടി നിരന്തരം ഈശോയോട് മധ്യസ്ഥം വഹിക്കാം. നമ്മൾ പ്രാർത്ഥിക്കും. പിന്നെ അവാച്യമായ നെടുവീർപ്പുകൾ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശേഷിക്കുന്ന ജീവിതം നമ്മളുടെയൊക്കെ ജീവിതം എന്താണ് തീരുന്നത് നമുക്കറിഞ്ഞുകൂടാ. നോക്കി നിൽക്കുമ്പോഴാണ് ജനങ്ങൾ മരിച്ചു വീഴുന്നത്. കോവിഡിന് ശേഷം കുഞ്ഞുമക്കൾ മുതൽ ഹാർട്ട് അറ്റാക്കും ഒക്കെ വന്ന് മരിക്കുകയാണ്. അപ്പോൾ ശേഷിക്കുന്ന ജീവിതം ദൈവാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് ആത്മാവിനാൽ നയിക്കപ്പെട്ട് നമുക്ക് ജീവിക്കുവാനും മരണശേഷം സ്വർഗത്തിൽ എത്തിച്ചേരുവാനും സ്വർഗത്തിൽ നമുക്കായിട്ടൊരു ഭവനം തീർക്കുവാനും നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.